ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എരുന്ത് മസാല റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വീഡിയോയിലോട്ട് പോവാട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. അങ്ങനെ 2 നാഴി എരുന്ത് ഞാനും വാങ്ങിയേ. ഞങ്ങളവിടെ നാഴിക്കാണ് അളക്കുക. അളവ് പാത്രത്തിന് നാഴി എന്നാണ് പറയാ. അപ്പോൾ ഒരു നാഴിക്ക് 20 രൂപയാണേ. അപ്പോൾ 40 രൂപയ്ക്ക് 2 നാഴി വാങ്ങി. അപ്പോൾ ഇത് നമ്മൾ കല്ല്, മണ്ണ് ഇങ്ങനത്തെ ഒക്കെ ചത്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയെടുക്കണേ. ഇതും കേടാണ്. നമുക്കിത് നന്നായിട്ട് ഉരച്ച് കഴുകണം കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ നല്ല ക്ലിയർ ആവുന്നത് വരെ, തെളിഞ്ഞു വരുന്നത് വരെ നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുക്കണേ. അപ്പോൾ നമ്മളിത് നന്നായി ഉരച്ച് കഴുകി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുറത്തടുപ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ കിട്ടിക്കോളും. അപ്പോൾ ഈ നമ്മൾ കഴുകിയെടുത്ത് തരുന്നില്ല, ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആദ്യം നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയം ഞാനിവിടെ 2 സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ്. നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. അത് അരിഞ്ഞു. ഇനി പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നമുക്ക് ചതച്ചു എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് ഇത് അടച്ചു വെക്കരുത് കേട്ടോ. നന്നായി പതച്ചങ്ങ് ചിന്തുവേ. അപ്പോൾ പതച്ച് വരുമ്പോൾ ഒരു ചെളി ഉണ്ടാവും, ഒരു കട്ട, ഒരു വെള്ള പത, അത് നമ്മൾ എടുത്ത് ഒഴിവാക്കാൻ വേണം കേട്ടോ. നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെക്കുകയാണേ. അപ്പം നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 2 തക്കാളി അരിഞ്ഞു വെച്ചതില്ലേ, ഇത് ഇട്ടുകൊടുത്ത് ഒന്നും കൂടി നന്നാക്കി വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പൊ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഒരേ അളവിൽ എടുക്കട്ടോ. 1 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. മുളക് ഞാൻ കാശ്മീരി മുളകും സാധാ മുളകും കൂടി കൂട്ടിയാണ് എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച് എരുന്തില്ല ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണേ. ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. നമ്മളിത് ഇളക്കി നോക്കാം. ഇതൊരു മസാല പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കറി ആയിട്ടല്ല കേട്ടോ.
ഇതുപോലെ ഈ ഉപ്പും പുളി എല്ലാം കൂടെ ഒന്ന് മസാലയൊക്കെ നന്നായി പിടിക്കണം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കൈയളവാണ് എടുക്കല്, അപ്പോൾ എനിക്ക് കൈ കൊണ്ട് എടുത്തിട്ടെങ്കിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തില്ല കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് ഉപ്പും മുളകൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എരുന്ത് കൊണ്ടുള്ള മസാലയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.